പ്രിയമുള്ള അധ്യക്ഷൻ, പെരുമ്പള ജമാഅത്തിൻ്റെ പ്രസിഡന്റ് നാസർ കടവത്ത്, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ ജമാഅത്തിൻ്റെ ആദരണീയനായ ഖതീബ് സാലിഹ് ദാരിമി അവറുകൾ, അതുപോലെ തന്നെ ഈ സദസ്സിൽ സന്നിധരായിട്ടുള്ള ഉസ്താദമാർ, ജമാഅത്ത് ഭാരവാഹികൾ, UAE ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, മദ്രസ PTA ഭാരവാഹികൾ, മുസ്ലിം യുവജന സംഘത്തിൻ്റെ കരുത്തരായ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ. നേരത്തെ ബഷീർ ഷാ ഇവിടെ സൂചിപ്പിച്ചു, ഈ മുസ്ലിം യുവജന സംഘം എന്ന നമ്മുടെ ഈ മഹത്തായ സംഘടന, ഈ പെരുമ്പളയുടെ യുവത്വത്തിൻ്റെ പ്രതീകം, ആ സംഘടനയുടെ പ്രഥമ പ്രസിഡന്റായി ഇവിടെ നമുക്കറിയാം മർഹൂം അമീദ് കൗവൽ അവർകളായിരുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ ബഷീർ സാഹിബായിരുന്നു. ഞാനൊക്കെ അറിയുന്ന ചെറിയ പ്രായത്തിൽ തന്നെ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല, പല അവസരങ്ങളിലും ഇതിൻ്റെ പ്രധാന ഭാരവാഹി സ്ഥാനം വഹിക്കാനും എല്ലാ ഭാരവാഹി സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു ഉമറാജിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. മർഹൂം താത്വികനായ ചുമനാട്ടുകാരനായ പെരുമ്പളയുടെ എല്ലാമായിരുന്ന മർഹൂം ഉമറാജി, അദ്ദേഹമാണ് ഈ പരിസരങ്ങളിലൊന്നുമില്ലാത്ത വിപ്ലവകരമായ ഇസ്ലാമിക വീക്ഷണത്തിൽ കൂടി യുവാക്കളെ ആ സമയത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്തൊന്നും ഒരു യുവാക്കൾക്കായി ഒരു സംഘടന നമ്മുടെ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മുസ്ലിം യുവജന സംഘം എന്ന ഒരാശയം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയും, നമുക്കറിയാം നമ്മുടെ നാട് പെരുമ്പള എന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയുടെ ഓരത്ത്, അതിൻ്റെ മടിത്തട്ടിൽ പച്ചപ്പരവതാനി വിരിച്ച ഈ പെരുമ്പള ഗ്രാമം ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊന്നും അന്നില്ല. നമുക്കറിയാം ഈ പ്രദേശങ്ങളിൽ പ്രായമുള്ളവർക്കൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് അന്ന് കാണാമായിരുന്നു തോടുകളും വഴികളും. അങ്ങനെയുള്ള ഒരു കുഗ്രാമമായിരുന്നു നമ്മുടെ ഈ പെരുമ്പള. നമ്മുടെ ഈ പെരുമ്പളയിൽ എനിക്കൊക്കെ അറിയാവുന്ന സമയത്താണ് ഈ വൈദ്യുതി അടക്കം ഈ പ്രദേശത്ത് വന്നത്, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ. ആ സമയത്താണ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഈ ദീനിന്റെ വക്താക്കളാക്കി മാറ്റാൻ ആ പ്രദേശത്തുള്ള യുവാക്കളുടെ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തു 50 വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ഞാൻ ബഷീർ ഷയോട് അന്നത്തെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ, അതിന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗവാക്കായി. അന്ന് റബീഉൽ അവ്വൽ കാലഘട്ടത്തിൽ, റബീഉൽ അവ്വൽ സമയങ്ങളിൽ, ആ സമയത്ത് ഞങ്ങളൊക്കെ ഈന്തിന്റെ ഓലകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അലങ്കരിക്കും. ഇന്ന് കാണുന്ന ഈ വെളിച്ചങ്ങളും ലൈറ്റുകളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, ഈ പറങ്കിവാന്തിരുത്തിന്നൊക്കെ കൊണ്ടുവരുന്ന ഈന്തുകൾ കൊണ്ടുവന്ന് നമ്മളൊക്കെ ഈ അലങ്കരിക്കുന്ന വർണ്ണക്കടലാസുമായി ഞങ്ങൾ മുറിക്കും. കുറേ ദിവസങ്ങൾ മുസ്ലിം യുവജന സംഘത്തിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ നമ്മുടെ റാത്തീബ് വന്നാൽ, മുഹീദ്ദീൻ റാത്തീബ് വന്നാലും റിഫായി റാത്തീബ് വന്നാലും, ഈ റാത്തീബ് സമയങ്ങളിൽ ഞങ്ങൾ ഈ ജമാഅത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് തരുന്ന ഈ തുച്ഛമായ ഒരു കിലോയ്ക്ക് 50 പൈസ, എൻ്റെ സമയത്താണ് പറയുന്നത്, അതിന് മുമ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 50 പൈസ, ഒരു 50 പൈസ കിലോയ്ക്ക് 50 പൈസ ഞങ്ങൾക്ക് ജമാഅത്ത് കമ്മിറ്റി അനുവദിച്ചു തരും. അങ്ങനെ അനുവദിച്ച് ഈ ഇറച്ചി മുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 150ഉം 200ഉം കിലോ ഇറച്ചി മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ സാമ്പത്തികം കണ്ടെത്തി എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് അവിടെ നിന്ന് തുച്ഛമായ സംഭാവനകൾ വാങ്ങിയും കൊണ്ട് എല്ലാ വർഷവും നമ്മൾ മതപ്രഭാഷണങ്ങളും അതുപോലെ തന്നെ കഥാപ്രസംഗങ്ങളൊക്കെ, സാഫിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സാഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ കഥാപ്രസംഗങ്ങൾ, മുൻകാലങ്ങളിലൊക്കെ കഥാപ്രസംഗങ്ങൾ, വയലുകൾ, മാപ്പിള കലാമേളകൾ, ഇതുപോലുള്ള വിവിധ പരിപാടികൾ മുസ്ലിം ജനസംഘം കാലാകാലങ്ങളായി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു.
അതുമാത്രമല്ല, നമ്മൾ ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ, മതവീക്ഷണത്തിന്റെ മേഖലകളിൽ, ഈ മേഖലകളിലൊക്കെ ഇവിടുത്തെ യുവാക്കൾ മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ മാതൃകയാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പറയും, പെരുമ്പളയിലെ യുവാക്കളെ കണ്ടു പഠിക്കുക. ഞാനൊരു ഫലിത രൂപേണ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പ്രദേശങ്ങളിൽ പെണ്ണന്വേഷിച്ച് വരുന്ന യുവാക്കൾക്ക്, പെണ്ണന്വേഷിച്ച് വരുമ്പോ പെരുമ്പളയുടെ യുവാക്കൾക്ക് എന്നും അത് 9on6 ക്വാളിറ്റിയോടുകൂടി പെരുമ്പള യുവാക്കൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം മുസ്ലിം യുവജന സംഘം തന്നെയാണ്. ഇത് നമുക്ക് കാണിച്ചെന്ന പാരമ്പര്യമായി ഇത് കൈമാറി ഇന്ന് നമ്മുടെ കൈകളിൽ നിന്ന് ഇന്നത്തെ രോഗം അതാണ് അല്ലേ? ഇന്നത്തെ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ പഴയ പോലെയല്ല. ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളും ഇന്നത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഇന്നത്തെ സൗകര്യങ്ങൾ നമ്മുടെ യുവാക്കളെയൊന്നും കാർന്ന് ഇതുവരെ തിന്നില്ല അല്ലേ? പക്ഷെ ഇനി വരും കാലങ്ങൾ നമ്മുടെ ഈ കെടാവിളക്ക് ഈ മുസ്ലിം യുവജന സംഘത്തിനെ കൊണ്ടുപോകണം. ഓരോ വർഷവും മതവിജ്ഞാന പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, മതപരമായുള്ള ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പൈതൃകം നിലനിർത്തി വരും പരമ്പരകളായി നമ്മുടെ തലമുറ ഈ പാരമ്പര്യം ഉയർത്തി കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ സംഘടന നമ്മുടെ കയ്യിലാണ്, നമ്മുടെ യുവാക്കളുടെ കയ്യിലാണ്. അത് ഈ അടുത്ത തലമുറയെ കൈമാറുന്നതിന് വേണ്ടി അത് ഇങ്ങനെ തുടക്കി മിനിച്ചുകൊണ്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായി മുസ്ലിം സംഘത്തിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായി പറയുന്നില്ല. നമുക്കറിയാം, എത്ര പറഞ്ഞാലും നമ്മുടെ സംഘത്തിനെ കുറിച്ച് കൂടുതൽ അധികമാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ എന്നോട് പറഞ്ഞ് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് വേദിയിൽ പിടിച്ച് കയറ്റിയതാ. അപ്പോ തീർച്ചയായും ഈ പരിപാടി 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ പലരും പരിസര പ്രദേശങ്ങളിലും കവറുകളിലൊക്കെ ഇങ്ങനെ പോയി നമ്മുടെ ഈ സദസ്സ് ധന്യമാക്കണം. ഈ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഇഷ്ക് മജ്ലിസ്, ഈ പരിപാടി അവതരിപ്പിക്കുന്ന ഉസ്താദുമാർക്ക്, വരും ദിവസങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗ കാതികന്, ഇവർക്കൊക്കെ ആ ഇമ്പമാറുന്ന രീതിയിൽ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ഈ സദസ്സ് ധന്യമാക്കിയിരുത്തണം. നമ്മുടെ ഈ കസേരകൾ എല്ലാം പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്ന് ഇരുന്നു കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കി ഈ 3 ദിവസക്കാലം ഈ പരിപാടി നല്ല രീതിയിൽ കൊണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിജയാശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.